വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ്, ഏറെ കോളിളക്കം സൃഷ്ടിച്ചൊരു കേസാണ്. നമുക്കറിയാം, കഷായത്തിൽ വിഷം കുലർത്തി കാമുകനെ കൊലപ്പെടുത്തിയ സംഭവം. അവിടെ ഒരു യുവതി പ്രതിയായി വരുന്നു. അങ്ങനെ സമാനതകളില്ലാത്തൊരു കേസ്. ഇതിൽ അതിവേഗത്തിൽ തന്നെ പോലീസിന് കുറ്റപത്രം സമർപ്പിക്കാൻ കഴിയുന്നു. ഒടുവിൽ കേസിൽ വിധി വരുന്നു. ഈ വിധി പ്രസ്താവത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് കോടതി ചൂണ്ടിക്കാണിക്കുന്നത്? അതിൽ ഈ ഗ്രീഷ്മയുടെ അമ്മയെ വെറുതെ വിട്ടതിൻ്റെ ഒരു നിരാശ ഷാരോണിന്റെ കുടുംബം പ്രകടിപ്പിക്കുന്നുണ്ടല്ലോ. ടോം, ഈ വിധി പൊതുവിൽ സ്വാഗതാർഹമാണ്. കാരണം ഗ്രീഷ്മ ശിക്ഷിക്കപ്പെടുക എന്നത് തന്നെയാണ് ഈ കേസിനെ സംബന്ധിച്ച് ഏറ്റവും പരമപ്രധാനമായ കാര്യം. അവിടെ ഒരാൾ ഒഴിവാക്കപ്പെടുന്നു എന്ന നിരാശ അത് കുടുംബം പങ്കുവയ്ക്കുന്നുണ്ട്. അങ്ങനെ ആ ഒരു സാഹചര്യമുണ്ട്. അതിന് അപ്പീൽ പോകുമെന്ന് പറയുന്നു. എന്നാലും വിചാരണ കോടതിയിൽ നിന്ന് ഈ 3 പ്രതികളിൽ 2 പേർ കുറ്റം ചെയ്തുവെന്ന് സംശയാതീതമായി തെളിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വലിയൊരു ശിക്ഷ തന്നെ ലഭിക്കും എന്ന പ്രതീക്ഷ ഏവരും വെച്ച് പുലർത്തുന്നുണ്ട്. ഇന്നത്തെ കോടതിയുടെ ഉത്തരവ് തന്നെ പരിശോധിച്ചാൽ കൊലപാതക കുറ്റം ഗ്രീഷ്മയ്ക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്, കൊലക്കുറ്റം നിലനിൽക്കുന്നുണ്ട്, ഗൂഢാലോചന നിലനിൽക്കുന്നുണ്ട്, തട്ടിക്കൊണ്ടുപോകൽ നിലനിൽക്കുന്നുണ്ട്, തെളിവ് നശിപ്പിക്കൽ നിലനിൽക്കുന്നുണ്ട്. ഇങ്ങനെ 4 കാര്യങ്ങൾ ഗ്രീഷ്മയ്ക്ക് മേൽ നിലനിൽക്കുന്നുണ്ട്. തെളിവ് നശിപ്പിച്ചതിനാണ് അമ്മാവൻ നിർമ്മലകുമാരൻ നായർ പ്രതിയാകുന്നത്. ഇപ്പോൾ ശിക്ഷയിലേക്ക് പോകുന്നത് കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അമ്മ സിന്ധുവിന്റെ കാര്യത്തിൽ മാത്രമാണ് വ്യത്യസ്തമായ ഒരു വിധിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്. കാരണം ഈ പാരാക്വിറ്റ് എന്ന് പറയുന്ന കീടനാശിനി, കളനാശിനി വീട്ടിൽ കൊണ്ടുവരികയും അത് ഉപയോഗിക്കുകയും ഇങ്ങനെ കൊലപ്പെടുത്തിയ ശേഷം ഇതിന്റെ ഒഴിഞ്ഞ ടിന്ന് വീടിന് അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിഞ്ഞത് അമ്മയാണ്. ഈ കാര്യമാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്കാണ് പോയത്. എന്നാൽ ഇങ്ങനെ തെളിവ് നശിപ്പിച്ചതിന്, ഇങ്ങനെ വലിച്ചെറിഞ്ഞതിനോ അല്ലെങ്കിൽ തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചതിനോ എന്തെങ്കിലും തരത്തിലുള്ള മറ്റ് മൊഴികളോ സാക്ഷികളോ സാഹചര്യ തെളിവുകളോ ഒന്നും തന്നെ ലഭിച്ചില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ്, ആ സംശയത്തിന്റെ ആനുകൂല്യം മുൻനിർത്തിയാണ് അമ്മ സിന്ധുവിനെ കോടതി ഒഴിവാക്കിയത്. അതേസമയം തന്നെ ഗ്രീഷ്മയ്ക്ക് വേണ്ടി പ്രതിഭാഗം ഉന്നയിച്ച വാദങ്ങളുണ്ട്. അതായത് ആത്മഹത്യാ പ്രവണതയുള്ള ആളാണ് പ്രതി. പോലീസ് കസ്റ്റഡിയിൽ ഇരിക്കുമ്പോൾ തന്നെ ശുചിമുറിയിലെ അണുനാശിനി കുടിച്ച് മരിക്കാൻ ശ്രമിച്ചു. ഇത് തന്നെ അതിന് തെളിവാണ് എന്ന തരത്തിലൊക്കെ സ്ഥാപിക്കാൻ ശ്രമിച്ചു. കഷായത്തിൽ വിഷം ചേർത്തത് സ്വന്തമായി കുടിക്കാനാണ്, അത് ഷാരോൺ എടുത്ത് കുടിക്കുകയായിരുന്നു എന്ന നിലയിലൊക്കെ വാദങ്ങൾ നിരത്തിയെങ്കിലും അതെല്ലാം പ്രോസിക്യൂഷൻ ഖണ്ഡിച്ചു. കോടതി പ്രോസിക്യൂഷൻ വാദങ്ങൾ അംഗീകരിച്ചു. ആ നിലയ്ക്കാണ് ഇപ്പോൾ ഈ വിധിയെ കാണേണ്ടത്. ഏറ്റവും നിഷ്ഠൂരമായ ഒരു കൊലപാതകം എന്ന് പറയാം. 23 വയസ്സുകാരിയാണ് ഇങ്ങനെ കാമുകനെ ആലോചിച്ചുറപ്പിച്ച് കൊലപ്പെടുത്തുന്നത്. അതിന് കാരണമാകുന്നത് മറ്റൊരു വിവാഹ ബന്ധത്തിലേക്ക് പോകുന്നതിന് വേണ്ടിയാണ്. ഒരു സൈനികനുമായി വിവാഹം ഉറപ്പിക്കുമ്പോൾ മുൻ കാമുകൻ അല്ലെങ്കിൽ ആ ബന്ധം തുടർന്നു വരുമ്പോൾ ആ യുവാവിനെ ഒഴിവാക്കുന്നതിന് ആലോചിച്ചുറപ്പിച്ച് ഒരു കൊലപാതകം നടത്തുന്നു. അത് കൃത്യമായിട്ട് ഒരു ക്രിമിനൽ വാസനയുടെ സൂചന തന്നെയാണ്. ആ കുട്ടിക്ക് ക്രിമിനൽ ബുദ്ധിയുണ്ട്, ക്രിമിനൽ വാസനയുണ്ട് എന്ന് തെളിയുന്ന കാര്യം തന്നെയാണ്. ഈ കേസിന്റെ നാൾവഴികൾ പരിശോധിക്കുമ്പോൾ, തെളിവെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യത്തിന് ഗ്രീഷ്മയെ കൊണ്ടുവരുമ്പോൾ നമ്മളെപ്പോലും അതിശയിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ നമുക്ക് പോലും ഞെട്ടലുണ്ടാക്കുന്ന തരത്തിലാണ് ഈ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് പെരുമാറ്റം ഉണ്ടാകുന്നത്. വളരെ കളിച്ചു ചിരിച്ച് ഉല്ലസിച്ച് സന്തോഷവതിയായി തെളിവെടുപ്പിന് വന്ന് ഓരോ കാര്യങ്ങൾ കാണിച്ചു കൊടുക്കുന്നു, ഓരോ സ്ഥലത്തെത്തുന്നു. പോലീസുകാരോട് വലിയ സൗഹൃദത്തിൽ അങ്ങനെ നടക്കുന്ന ഒരു പ്രതിയെയാണ് നമ്മൾ കാണുന്നത്. കുറ്റബോധമോ അല്ലെങ്കിൽ ഒരു യുവാവ് മരിച്ചതിന്റെ വേദന, പ്രണയിച്ച ആളാണ്, ആ യുവാവ് മരിച്ചതിന്റെ വേദനയോ ഒന്നും തന്നെ ആ മുഖത്ത് പ്രകടമായിരുന്നില്ല, പെരുമാറ്റത്തിൽ പ്രകടമായിരുന്നില്ല. ഇന്ന് കോടതി മുറിയിൽ നിന്ന് പുറത്തു വരുമ്പോഴും നമ്മൾ ചോദിച്ചിരുന്നു കുറ്റബോധമുണ്ടോ എന്ന്. പക്ഷേ ഒരു മറുപടിയും പറയാതെ ജീപ്പിൽ കയറി പോവുകയായിരുന്നു. ആ തരത്തിൽ ഒരു സമീപനമുള്ള പ്രതി. മാത്രമല്ല, ജയിലിലാകുമ്പോൾ, നേരത്തെ ജയിലിലാകുമ്പോൾ ഈ കുറ്റം കണ്ടെത്തുകയും അന്വേഷണ സംഘം റിമാൻഡ് ചെയ്യുകയും ചെയ്തു. ജയിലിലേക്ക് പോകുന്ന സമയത്ത്, ജയിലിൽ അട്ടക്കുളങ്ങര ജയിലിൽ കഴിയുമ്പോൾ തന്നെ വളരെ മോശം സ്വഭാവത്തിന് അവിടെ നിന്ന് ജയിൽ മാറ്റുന്ന സാഹചര്യം പോലും ഉണ്ടായി. അതായത് ആ ഒരു കൊലപാതകം കൊണ്ട് ഗ്രീഷ്മ എന്ന് പറയുന്ന കുറ്റവാളിയുടെ സമീപനത്തിലോ സ്വഭാവത്തിലോ ഒരു മാറ്റവും ഉണ്ടാകുന്നില്ല. ജയിലിൽ പോലും മോശം പെരുമാറ്റമായിരുന്നു. ആ തരത്തിൽ വളരെ മോശമായി ജയിലിൽ പെരുമാറിയതിനെ തുടർന്നാണ് ജയിൽ മാറ്റം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. ഇന്ന് ഷാരോണിന്റെ പിതാവ് പറഞ്ഞതുപോലെ ജാമ്യം കിട്ടി പുറത്തു വരുമ്പോൾ ഒരു ഉല്ലാസയാത്ര പോയിട്ട് വരുന്ന പ്രതീതിയായിരുന്നു. അങ്ങനെയാണ് ഗ്രീഷ്മ പുറത്തേക്ക് വരുന്നത്. അതിനുമപ്പുറത്തേക്ക് ഈ കേസിന്റെ വിചാരണാ നടപടികൾ തമിഴ്നാട്ടിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കം കൂടി നടത്തി. ഈ ക്രൈം നടന്നുവെന്ന് ആരോപിക്കുന്നത് തമിഴ്നാട് മേഖലയിലാണ്. അതുകൊണ്ട് തന്നെ
ഇത് തമിഴ്നാട്ടിലേക്ക് ഇതിന്റെ വിചാരണ കൊണ്ടുപോകണമെന്നൊരു ആവശ്യം പ്രതിഭാഗം ഉന്നയിച്ചു. ഈ ആവശ്യം ഉന്നയിച്ച് സുപ്രീം കോടതി വരെ പോവുകയും ചെയ്തു. എന്നാൽ കേരളത്തിലെ ഒരു യുവാവിനെ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണ് എന്ന അന്വേഷണ സംഘത്തിന്റെ വാദം അത് സുപ്രീം കോടതിയും അംഗീകരിച്ചു. വിചാരണ കോടതി തുടർ നടപടികൾ സ്വീകരിക്കട്ടെ എന്ന് നിർദ്ദേശിച്ചു. തീർച്ചയായും വിനോദ് സൂചിപ്പിക്കുന്ന പോലെ അങ്ങനെ കേരള പോലീസിനെ സംബന്ധിച്ച് സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിട്ട ഒരു അന്വേഷണമായിരുന്നു ഈ പാറശാല ഷാരോൺ വധക്കേസിന്റെ അന്വേഷണം. വിഷം ഉള്ളിൽ ചെന്നാണ് മരിച്ചതെന്ന് പറയുമ്പോഴും വിഷത്തിന്റെ അംശമൊന്നും ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല അവസാന നിമിഷം വരെയും വിഷത്തെക്കുറിച്ചോ ഗ്രീഷ്മയെക്കുറിച്ചോ ഷാരോണിനൊന്നും പറയാതിരുന്നതും വലിയ വെല്ലുവിളിയായിരുന്നു. വിനോദ്, നാളെ ഈ കേസിന്മേൽ ശിക്ഷാവിധിന്മേൽ നാളെ വാദം കേൾക്കുന്നുണ്ട്. പ്രോസിക്യൂഷന്റെ ഒരു നിലപാടെന്താണ്? ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് കോടതി പരിഗണിക്കണം എന്നൊരാവശ്യം പ്രോസിക്യൂഷൻ ഉന്നയിക്കുന്നുണ്ടോ വിനോദ്? ഇക്കാര്യത്തിൽ ഇന്ന് അന്വേഷണ ഉദ്യോഗസ്ഥരും പ്രോസിക്യൂട്ടറും തമ്മിൽ ചർച്ച ചെയ്യും. ഇതിൽ ശിക്ഷാവിധിക്ക് മേലുള്ള ഒരു വാദം നാളെ കോടതിയിൽ നടക്കും. അപ്പോഴായിരിക്കും ഇതിന്റെ ഒരു ഗ്രാവിറ്റി ഒന്നുകൂടി കോടതിയെ ബോധ്യപ്പെടുത്തുക. അതിന്റെ അടിസ്ഥാനത്തിലുള്ള ശിക്ഷയ്ക്ക് വേണ്ടി വാദിക്കുകയും ചെയ്യും. പരമാവധി ശിക്ഷ നൽകണം എന്ന ആവശ്യമാണ് കുടുംബം ഉന്നയിക്കുന്നത്, ബന്ധുക്കൾ ഉന്നയിക്കുന്നത്. പബ്ലിക് പ്രോസിക്യൂട്ടർ ഉൾപ്പെടെയുള്ളവരും ആ ഒരു നിലപാടിൽ തന്നെയാണുള്ളത്. പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുക, അതിനുവേണ്ടിയുള്ള വാദമായിരിക്കും നാളെ നടക്കുക എന്ന കാര്യം അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഈ കേസ് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ പല വെല്ലുവിളികൾ നിറഞ്ഞതായിരുന്നു. ഷാരോണിന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ ഒന്നും തന്നെ വിഷത്തിന്റെ അംശം ഉണ്ടായിരുന്നില്ല. വിദഗ്ധ ഡോക്ടർമാരുടെ സഹായത്തോടെ, ആ സംഘത്തിന്റെ സഹായത്തോടെയാണ് പിന്നീട് ഈ ഉള്ളിൽ ചെന്ന വിഷം അത് കണ്ടെത്തുകയും അത് ഈ പാരാക്യൂറ്റാണെന്ന് മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കുന്നത് എങ്ങനെ എന്ന് മനസ്സിലാക്കുകയും ചെയ്തത്. ഇതെല്ലാം തന്നെ ഈ കൊടും കുറ്റവാസനയുള്ള ഗ്രീഷ്മ യൂട്യൂബ് നോക്കി പഠിച്ചിരുന്നു, സെർച്ച് ചെയ്തിരുന്നു. പാരാക്യൂറ്റ് ഉള്ളിൽ പോയാൽ പെട്ടെന്ന് ഒരാൾ വിഷം കഴിച്ച് മരിക്കുന്നത് പോലെ അല്ല മരിക്കുന്നത്, മറിച്ച് കുറച്ച് ദിവസമെടുത്ത് ആന്തരിക അവയവങ്ങൾ അഴുകിയാണ് മരിക്കുന്നത്. അതാണ് ഈ ദിവസങ്ങളോളം ഛർദിയിലേക്ക് ഷാരോണിനെ കൊണ്ട് എത്തിക്കുന്നത്. ആദ്യം തന്നെ പച്ചക്കളർ, ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ പച്ചക്കളറിൽ ഛർദിക്കുകയാണ്. അത് കൂട്ടുകാരൻ കണ്ടിരുന്നു. അതിനുശേഷം അവശനിലയിലാവുകയാണ്. ഓരോ ദിവസം കഴിയുമ്പോഴും സ്ഥിതി സങ്കീർണമായിക്കൊണ്ടിരുന്നു. വൃക്കകളുടെയും കരളിന്റെയും പ്രവർത്തനം പൂർണ്ണമായും തകരാറിലായാണ് മരണം സംഭവിക്കുന്നത്. ആ തരത്തിൽ ആദ്യം ജ്യൂസിൽ പാരാസെറ്റമോൾ കലക്കി കൊടുക്കുന്നു, അവിടെ മരണം സംഭവിക്കുന്നില്ല. പിന്നെയും മാസങ്ങൾ കാത്തിരുന്ന് ഇങ്ങനെ ഒരു സംഗതി ചെയ്യുന്നു. അത് കഷായത്തിൽ കൊടുക്കുമ്പോൾ ടോം അതിനൊരു ചവർപ്പുണ്ട്. അതുകൊണ്ട് തന്നെ ഈ കീടനാശിനി അതിൽ ചേർത്താൽ ചവർപ്പ് കഷായത്തിന്റെ ആണെന്ന് കരുതും. അങ്ങനെ വളരെ ബുദ്ധിപരമായി ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ്. 23 വയസ്സിൽ നടത്തിയ ഒരു കൊലപാതകമാണ്. ഒരു തരത്തിലും മാപ്പർഹിക്കാത്ത, അല്ലെങ്കിൽ ഒരു ദയയ്ക്കും വരുത്താത്ത, ദയയും അർഹിക്കാത്ത തരത്തിലുള്ള ഒരു കുറ്റകൃത്യമായിരുന്നു ചെയ്തത്. ഒരു ബോൺ ക്രിമിനൽ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന ആളാണ് ഗ്രീഷ്മ. വ്യക്തമാണ്. വി വിനോദാണ് വിവരങ്ങൾ നൽകിയത്. പാറശാല ഷാരോൺ വധക്കേസിൽ നാളെയാണ് ശിക്ഷാ വിധിയിന്മേൽ വാദം കേൾക്കുക. അതിനുശേഷം ശിക്ഷ വിധിക്കും എന്ന് തന്നെയാണ് ചില സൂചനകൾ വരുന്നത്. പക്ഷെ എന്തായാലും കേരളത്തെ ഏറെ നടുക്കിയ ഒരു കൊലക്കേസിലാണ് 2 പ്രതികൾ, അതായത് ഗ്രീഷ്മയുടെ അമ്മാവനും കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. ഗ്രീഷ്മയുടെ അമ്മയെ കോടതി തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടിട്ടുണ്ട്. ഇതിനെതിരെ മേൽക്കോടതിയെ സമീപിക്കുമെന്നാണ് ഷാരോണിന്റെ കുടുംബം വ്യക്തമാക്കുന്നത്.